ഹലോ ഡിയേഴ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ കുറച്ച് ദിവസമായി അല്ലെങ്കിൽ കുറച്ച് നാളുകളായി ഒരു ഡേ ഇൻ മൈ ലൈഫ് അല്ലെങ്കിൽ അങ്ങനത്തെ റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോ ഒക്കെ ചെയ്തിട്ട്. അപ്പം ഇന്ന് അങ്ങനത്തെ ഒരു വീഡിയോ കേട്ടോ. അപ്പോൾ മോർണിംഗ് എണീച്ച് വന്നപ്പം ഞങ്ങളുടെ വീടിൻ്റെ വരാന്തയിലുള്ള കാഴ്ച കേട്ടോ ഇത് കതവ് തുറന്ന് ഇത് കാണുമ്പോൾ തന്നെ ഇന്നത്തെ ഡേ പോവും. കാരണം ഇതൊക്കെ വൃത്തിയാക്കണമല്ലോ. ഇവിടെ നല്ല മഴയാണ്, എല്ലായിടത്തും നല്ല മഴയാണ്. അപ്പോൾ അത് കാരണം ഈ ആമ്പാറ്റകൾ അതിനെ കൊണ്ട് ഒരു രക്ഷയില്ല, അകത്തും വെളിയിലും ഒക്കെ ആയിട്ട് വരും. പക്ഷേ ഇത് ഇത്രത്തോളം ഇന്നത്തെ ദിവസം വരുമെന്ന് പ്രതീക്ഷിച്ചില്ല. കാരണം ഇതിൻ്റെ കഴിഞ്ഞ ദിവസമൊന്നും അങ്ങനെ ഉണ്ടായിരുന്നില്ല. പക്ഷേ ഇത് ഞാൻ കതവ് തുറന്ന് വന്ന് നോക്കുമ്പം സെറ്റിയിലും താഴെയും ഇക്കാക്കൻ്റെ ബൈക്കിലും കാറിലും എല്ലായിടത്തും നിറച്ചിതാണ്. അന്നത്തെ ഡേ അത് തന്നെ അങ്ങ് പോയി. പിന്നെ അവിടെ വൃത്തിയാക്കിയിട്ട് നേരെ അതിനകത്തേക്ക് വന്നു. അപ്പോൾ പാല് ഇരിപ്പുണ്ടായിരുന്നു. ഫ്രിഡ്ജ് നോക്കണ്ട, ഫ്രിഡ്ജൊക്കെ ഇന്ന് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് വെച്ചേക്കാം കേട്ടോ. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ക്ലീനിങ് പരിപാടികളൊന്നും നടന്നിട്ടില്ല. അപ്പോൾ ഫ്രിഡ്ജൊക്കെ ഇന്ന് ക്ലീൻ ചെയ്യാനെന്നൊക്കെ വിചാരിച്ചിട്ടാണ് ഇപ്പോൾ ഈ വീഡിയോയും കൂടെ എടുക്കുന്നത്. അപ്പോൾ വന്നു കഴിഞ്ഞ് നേരെ പാല് തിളപ്പിക്കാൻ വേണ്ടി വെച്ചു. ഇത് പണ്ടത്തെ ശീലമാണ്, ഈ പാലിൻ്റെ കവറ് കഴുകി ആ വെള്ളവും കൂടി ഒഴിക്കുന്നത്. എനിക്ക് തോന്നുന്നു എല്ലാ വീട്ടിലും അങ്ങനെയൊക്കെ തന്നെയായിരിക്കും ചെയ്യുന്നത്. പിന്നെ ഗ്യാസ് എപ്പോഴും ഓഫായിരിക്കും. അതായത് മറ്റേ താഴത്ത് നമ്മുടെ അതിൻ്റെ എന്താ പറയുക, ഒരു സ്വിച്ച് ഉണ്ടല്ലോ, ആ സംഭവം അതും ഓഫായിരിക്കും. അപ്പോൾ അത് തുറന്നു വെച്ചു. അപ്പോൾ ഇന്നലെ ബീഫ് കറി ആയിരുന്നു. അപ്പോൾ അത് ഓൾറെഡി അത് തീർന്നിട്ടില്ല. അപ്പോൾ അതും എന്തായാലും ഒന്ന് തിളപ്പിച്ച് വെക്കാമെന്ന് കരുതി. ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ രാത്രിയിൽ ഞാൻ നല്ലോണം തിളപ്പിച്ചിട്ട് മൂടിയാണ് വെച്ചിരുന്നത്. അപ്പോൾ രാവിലെ ആകുമ്പോഴത്തേനും ജസ്റ്റ് തിളപ്പിച്ചാൽ മതി. അപ്പോൾ ഇത് ഉച്ചക്കത്തേക്കൊക്കെ എടുക്കാം എന്ന് കരുതിയിട്ടാണ് അതൊന്ന് തിളപ്പിക്കാൻ വെച്ചു. പിന്നെ ഇക്കാക്കും ചായ വേണം. ചായ എന്ന് പറയുമ്പോഴത്തേക്കും ഗ്രീൻ ടീ അതാണ് കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ അത് തീർന്നിരിക്കുക. പിന്നെ അപ്പോൾ ഞാൻ ചെറിയൊരു കട്ടൻ ചായ എന്ന് പറയാൻ ഒക്കത്തില്ല, ജസ്റ്റ് ഈ തുളസിയും പിന്നെ ഈ കരയാമ്പും ഇല്ലേ, അതൊക്കെ ഇട്ടിട്ടൊരു ചായ പോലെ ഉണ്ടാക്കും. അപ്പം വെളിയിലേക്ക് വന്നു. വെളിയിലെല്ലാം പുല്ല് കയറി കിടക്കുകയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇവിടെ മഴയായത് കാരണം വെളിയിലേക്ക് ഇറങ്ങാൻ പറ്റില്ല. പിന്നെ ഇന്ന് ഇവിടെ ഇപ്പോൾ പുല്ല് പറിച്ചെന്ന് വിചാരിച്ചോ, നാളെ അതിൻ്റെ ഇരട്ടിയായിരിക്കും. അങ്ങനെ ഇപ്പോൾ മഴ മാറിയിട്ട് വേണം ഒന്നെങ്കിൽ മരുന്നടിക്കണം അല്ലെങ്കിൽ പറിച്ച് കളയണം. അപ്പോൾ അങ്ങനെ വിചാരിച്ചിരിക്കാം. അപ്പോൾ അതൊക്കെ പറിച്ച് കഴിഞ്ഞിട്ട് നേരെ ഞാൻ അകത്തേക്ക് വന്നു. അപ്പോൾ അതിനകത്തേക്ക് ഒരു നുള്ള ചായപ്പൊടിയും 2 കറുവപ്പട്ടയും പിന്നെ ആ തുളസിയും കൂടി ഇട്ട് ഒന്ന് തിളപ്പിച്ച് കഴിഞ്ഞാൽ ഇക്കാക്ക് കൊടുക്കാനുള്ള ചായ. പാല് ഞാൻ അത്രയും നേരം നിന്നിട്ടും തിളച്ച് പൊന്തിയില്ല. ഞാൻ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കിനും തിളച്ച് വന്നിരിക്കുന്നു. പിന്നെ ഞാൻ ഒറ്റ ഓട്ടത്തിന് അവിടെ എത്തിയിട്ട് അപ്പം തന്നെ കുറച്ച് ഒന്ന് ഊതിയിട്ടോ, അല്ലെങ്കിൽ അത് നേരെ താഴത്തോട്ട് വീഴും. അപ്പോൾ പാത്തുവിന് ഈയിടെയായിട്ട് പാലാണ്. അത് പാത്തുവിന് പല സമയത്ത് പല സ്വഭാവമാണ്. ഇപ്പോൾ പാലാണ് കുടിക്കണമെങ്കിൽ ചിലപ്പോൾ പറയും എനിക്ക് ചായ മതിയെന്ന്. അപ്പോൾ അത് കാരണം ഇപ്പോൾ 2 ദിവസമായിട്ട് പാലാണ്. അപ്പോൾ കുറച്ച് പാലും എടുത്ത് മാറ്റി. പിന്നെ ഉമ്മാക്ക് വേണ്ടിയിട്ട് ചായയും സെപ്പറേറ്റ് ആക്കി. എനിക്ക് പിന്നെ ചായ കൂടി ഇല്ലല്ലോ, അത് കാരണം ഉമ്മാക്കും മോക്കും മതി. ഇക്കാക്കുള്ളത് ആ ഗ്രീൻ ടീ പോലെ ആക്കി വെച്ചിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഇറച്ചിക്കറിയും തിളച്ച് കഴിഞ്ഞപ്പോൾ അത് ഓഫ് ചെയ്തു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്കൂടെ തന്നെ തുണിയും കൂടെ അലക്കാനിടാൻ നേരത്തെ. ഇപ്പോൾ വെളിയിലാണ് വാഷിംഗ് മെഷീൻ. അപ്പോൾ അതിൻ്റെ അകത്തേക്ക് തുണിയും കൊണ്ടിട്ടു. അതാകുമ്പോഴത്തേനും ഈ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് വരുമ്പോൾ തന്നെ തുണി ഉരിച്ചിടാൻ പറ്റും. അല്ലെങ്കിൽ ഉച്ചക്കത്തെ പണിയും എല്ലാം കഴിഞ്ഞ് തുണി ഉരിച്ചിടുമ്പോഴത്തേക്കിനും ഒരു സമയമാവും. പിന്നെ ഇവിടെ നേരത്തെ പണ്ടത്തെ എൻ്റെ വീഡിയോ കണ്ടവർക്കൊക്കെ അറിയായിരിക്കും, ദോശ, അപ്പം, ഇവിടെ പുട്ടൊക്കെ റയറായിട്ടാണ് ഉണ്ടാക്കുന്നത്. അതായത് കൂടുതലും ഞാനും ഉമ്മയും മാത്രമേ ബ്രേക്ക്ഫാസ്റ്റിന് കാണുള്ളൂ. അപ്പോൾ ഞങ്ങൾക്ക് പറ്റുന്ന ഈസി ആയിട്ടുള്ള എന്തെങ്കിലും ആക്കി വെക്കും. അപ്പോൾ ഉമ്മ ഇന്നലെ തന്നെ ദോശയ്ക്ക് മാവൊക്കെ ആക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഇന്ന് രാവിലെ നോക്കുമ്പോൾ നല്ലോണം പുളിച്ച് പൊന്തി വന്നിട്ടുണ്ട്. സത്യം പറഞ്ഞാൽ മാവൊക്കെ ഇങ്ങനെ പുളിച്ച് പൊന്തി വരുമ്പോഴത്തേക്കും നമുക്കൊരു സന്തോഷമല്ലേ. ഹായ്, സൂപ്പറായിരുന്നു. ഉമ്മച്ചിയുടെ ദോശമാവ്, അപ്പത്തിൻ്റെ മാവൊക്കെ നല്ല രസമാണ്. ആ അപ്പവും ആ ദോശയൊക്കെ സൂപ്പറായിരിക്കും. അപ്പോൾ ഞാൻ എന്തായാലും ദോശമാവ് ഒന്ന് ഉപ്പൊക്കെ ഇട്ട് ഒന്ന് റെഡിയാക്കി അതവിടെ വെച്ചു. പിന്നെ തേങ്ങ ചിരണ്ടി ചമ്മന്തിക്ക് ആക്കാമെന്ന് കരുതി. ഈ ചിരണ്ടിൻ്റെ സ്പീഡ് കാണുമ്പോൾ തരിക, അപ്പം തന്നെ അങ്ങ് കറണ്ടും പോയി. അപ്പോൾ ഞാൻ ആലോചിച്ചു ഇനിയിപ്പോൾ ചമ്മന്തി അരയ്ക്കാൻ എന്ത് ചെയ്യും. ഇവിടെ ഈ മഴയത്ത് കറണ്ട് പോയി കഴിഞ്ഞാൽ വൈകുന്നേരം അങ്ങനെയൊക്കെ ആകും. അപ്പോൾ അത് കാരണം കറണ്ടും പോയി. കണ്ടില്ലേ ആകാശത്ത് മഴക്കാറ് കണ്ടു കഴിഞ്ഞാൽ അപ്പോൾ ഇവിടെ കറണ്ട് പോകും. അപ്പോൾ പിന്നെ ഞാൻ എന്തായാലും കരുതി രാവിലത്തെ ആ ഒരു ബീഫിൻ്റെ കറി ഇരിപ്പുണ്ടല്ലോ, ദോശയും ബീഫ് കറി ആക്കാം, ചമ്മന്തിക്ക് അരയ്ക്കണ്ട തേങ്ങ എടുത്ത് വെക്കാമെന്ന് കരുതി. അങ്ങനെ ഞാൻ അടുക്കളയിൽ നിന്ന് വന്നു കഴിഞ്ഞപ്പോഴത്തേക്കിനും പാത്തു എണീറ്റ് ഇരിപ്പുണ്ടായിരുന്നു. ഉമ്മിച്ച് കൊണ്ടുവന്ന് ഇരുത്തിയായിരുന്നു. പിന്നെ ആ ഒരു മുടി ഇന്നലെ രാത്രി കെട്ടിവെച്ച് കിടന്നത്. അപ്പോൾ അതൊക്കെ അലങ്കോലമായിട്ട് കിടക്കുമായിരുന്നു. അങ്ങനെ അതൊക്കെ ഒന്ന് പിടിച്ച് കെട്ടിവെച്ച്, അല്ലെങ്കിൽ ഉണ്ടല്ലോ മുടി കെട്ടാതെ ആളിങ്ങനെ നടക്കും. എന്നിട്ട് എന്തൊക്കെയോ പറഞ്ഞ് സമ്മതിപ്പിച്ച് പല്ല് കേൾക്കാൻ കൊണ്ടുപോയി. പല്ല് കേൾക്കുന്നത് ഭയങ്കര ടാസ്ക് കേട്ടോ. പിന്നെ അവളെ അവിടെ ഇരുത്തി ബ്രഷ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ സ്വയമേ ചെയ്തോളും. പിന്നെ ഞാൻ ചെന്നൊന്ന് തേപ്പിച്ച് കൊടുത്താൽ മതി. അങ്ങനെ ഞാൻ അകത്തേക്ക് വന്നു. ദോശയ്ക്ക് ചട്ടിയൊക്കെ വെച്ച് കഴിഞ്ഞിട്ട് ദോശ ചൂടാന്ന് കരുതി. കറണ്ടാണെങ്കിൽ വന്നും പോയും നിൽക്കുക. ഇവിടെ മാനത്ത് മഴക്കാറ് കണ്ടു കഴിഞ്ഞാൽ കറണ്ട് ഉണ്ടാവില്ല.
ഇനി അഥവാ കറണ്ട് പോയാൽ തന്നെ ചിലപ്പം രാവിലെ പോവുകയാണെങ്കിൽ അന്നൊരു ദിവസം ചിലപ്പം രാത്രി നമ്മൾ കിടക്കാൻ നേരത്തൊക്കെ വരുള്ളൂ. അത് കാരണം എല്ലാം നേരത്തെ തന്നെ സെറ്റാക്കി വെക്കും മഴ സമയത്ത്. അപ്പോൾ ഞാൻ നേരെ അടുക്കളയിലേക്ക് വന്ന് ഉമ്മാക്ക് ഇവിടെ 3 പേർക്ക് 3 തരം ദോശയാണ്. ഉമ്മാക്ക് നമ്മുടെ ചെറിയ ചെറിയ ദോശയില്ല, ഒത്തിരി വലുതുമല്ല എന്നാൽ ചെറുതും അല്ലാത്ത രീതിയിൽ ഉള്ള കട്ടി ദോശ. പാത്തൂനാണെങ്കിൽ ടെഡി ബിയർ ദോശ വേണമെന്ന് പറഞ്ഞുകൊണ്ട് വാശിയായിരുന്നു. അങ്ങനെ ഞാൻ 2-3 എണ്ണം ടെഡി ബിയർ ചുട്ടു. പിന്നെ എനിക്കാണെങ്കിൽ നല്ല വലിയ ദോശ വേണം, നമ്മുടെ നെയ് റോസ്റ്റ് ഉണ്ടല്ലോ, അപ്പോൾ ആ ഒരു ദോശ വേണം. ഇന്നാണെങ്കിൽ നെയ്യും തീർന്നിരിക്കുകയായിരുന്നു. അപ്പോൾ അത് കാരണം ഞാൻ ചുമ്മാ എണ്ണ ഒഴിച്ചിട്ട് വലിയ ദോശ ചുട്ടെടുത്തു. അപ്പോഴത്തേക്കിനും ഞങ്ങൾ കഴിക്കാനുള്ളതൊക്കെ സെറ്റ് ചെയ്തു. ടേബിളിൽ ഇരിക്കേണ്ടതിന് വരെ ഞങ്ങൾ ഹാളിൽ ഇങ്ങനെ ആട്ടോ ഇരിക്കുന്നത്. തൊട്ടിപ്പുറത്താണ് ഇപ്പോൾ ക്യാമറ വെച്ചേക്കുന്ന സ്ഥലത്താണ് ടേബിൾ, പക്ഷെ അവിടെ ഇരിക്കാതെ ഞങ്ങൾ ഇവിടെ ആട്ടോ ഇരിക്കുന്നത്. അവിടെ ആകുമ്പോൾ TV ഉണ്ട്, പിന്നെ കുറച്ചും കൂടെ ഞങ്ങൾക്ക് ഇഷ്ടം അവിടെ ഇരിക്കലാണ്. ഞങ്ങൾ 3 പേര് മാത്രമേ ഉള്ളൂ. ഇത് കൊണ്ടുവച്ച സമയത്ത് ഞാനും പാത്തും കൂടെ മുട്ടനടിയാട്ടോ അവിടെ നടക്കുന്നത്. എന്തോ കാര്യം പറഞ്ഞാൽ ഞങ്ങൾ 2 പേരും കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിച്ചുകൊണ്ടിരിക്കുക. ഇടയ്ക്ക് ഞാനൊരു കൊഞ്ഞനം കുത്തിയൊക്കെ കാണിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അവളും തിരിച്ചിങ്ങോട്ടേക്ക് പറയാം. ഞങ്ങൾ 2 പേരും കൂടെ അടിയിട്ടപ്പോൾ ഉമ്മ ഒന്ന് കോംപ്രമൈസ് ചെയ്യാട്ടോ. അങ്ങനെ പിന്നെ അവൾക്കും ദോശ വാരി കൊടുത്തു, ഞാനും കഴിച്ചു. പിന്നെ വന്നിട്ട് ഫ്രിഡ്ജൊന്ന് ക്ലീൻ ആക്കണ്ടായിരുന്നു. ഫ്രിഡ്ജിൻ്റെ അകം ഞാൻ ഒരു 1 വീക്ക് മുമ്പ് തന്നെ ഒന്ന് ക്ലീൻ ആക്കിയൊക്കെ വെച്ചേക്കായിരുന്നു. അപ്പോൾ പക്ഷേ അതിൻ്റെ പുറം ഒന്ന് തുടയ്ക്കണം. ഇവിടെ ഈ കാടിൻ്റെ ഉള്ളിലാണ് ഒരു വീടെങ്കിലും പൊടിയുണ്ട്, അത്യാവശ്യം നല്ലോണം പൊടിയുണ്ട്. നമ്മൾ ഇന്ന് തുടച്ചാലും നാളെ ഇരട്ടി പൊടിയായിരിക്കും. അതെങ്ങനെ വരുന്നതെന്ന് ഒരു പിടിയില്ല. അപ്പോൾ തൊട്ടടുത്ത് പണിയൊക്കെ നടക്കുന്നുണ്ട്, ചിലപ്പോൾ അതൊക്കെ കൊണ്ടായിരിക്കും. അങ്ങനെ ഇന്ന് ക്ലീനിങ് ഒക്കെ നേരത്തെ കഴിഞ്ഞു. ഒരു 11:30 ആയപ്പോഴത്തേനും ക്ലീനിങ്ങും പിന്നെ വാഷിങ്ങും എല്ലാം നേരത്തെ കഴിഞ്ഞ്. അപ്പോൾ വേറെ പണിയൊന്നുമില്ല, കാരണം ഉച്ചക്കത്തേക്കുള്ള മീനൊന്നും കിട്ടിയിട്ടില്ല. മീൻ പിന്നെ ഇവിടെ വന്നുമില്ല. ഇപ്പം ഈ പ്രശ്നമൊക്കെ ഉള്ള കാരണം മീൻ ഇവിടെ ഇപ്പം അങ്ങനെ വന്നുമില്ല. അല്ലെങ്കിൽ തന്നെ മീൻ വന്നത് അയിലേ മത്തിയൊക്കെ തന്നെ, പക്ഷേ ഇപ്പം മീനും ഇല്ല. അത് കാരണം ഞാൻ പിന്നെ കുറച്ച് നേരം ഇനി വാപ്പ വരണം, പച്ചക്കറിക്ക് പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ വാപ്പ വരണം. അത് കാരണം കുറച്ച് നേരം അവിടെ പോയി ഇരുന്ന് റൂമിൽ പോയിരുന്നു. അപ്പോഴത്തേനും നല്ല മഴയാണ്, വീണ്ടും പെയ്തുകൊണ്ടിരിക്കുക. ഒന്ന് മഴ തോർന്നു കഴിയുമ്പോൾ വീണ്ടും കാർമേഘം കൂടി വീണ്ടും മഴ പെയ്യുക. അങ്ങനെ കുറച്ച് നേരം അവിടെ ഇരുന്ന് അത് കഴിഞ്ഞപ്പോഴത്തേക്കിനും 12:30 ആയപ്പോഴത്തേക്കിനും വാപ്പ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ വാപ്പ വന്നപ്പം സാമ്പാറിനുള്ളതും കപ്പയും പിന്നെ അതേപോലെ തന്നെ പഞ്ചസാര, അങ്ങനെ നമ്മൾ കുറച്ച് ലിസ്റ്റ് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സംഭവമൊക്കെ ആയിട്ട് ആൾ വന്നിട്ടുണ്ടായിരുന്നു. അപ്പം ഉമ്മച്ചി പറഞ്ഞ എന്തായാലും സാമ്പാർ വെക്കാമെന്ന് കരുതി. പക്ഷേ സാമ്പാർ വെക്കാൻ വേണ്ടി കഷ്ണമൊക്കെ അരിഞ്ഞ് കഴിഞ്ഞപ്പോഴാണ് പരിപ്പില്ലാത്ത കാര്യം ഓർത്തത്. പിന്നെ വേണ്ട, പരിപ്പില്ലാതെ ഒരു തട്ടിക്കൂട്ട് സാമ്പാർ വെക്കാമെന്ന് പറഞ്ഞു. കാരണം ഇപ്പം നമ്മുടെ ഈ വലിയ പെരുന്നാൾ കഴിഞ്ഞിട്ട് ബീഫൊക്കെ ഇരിക്കുകയാണ്. അപ്പോൾ കുറച്ച് ദിവസമായിട്ട് ഈ ബീഫ് തന്നെ തിന്ന് മടുത്തു. അപ്പോൾ എന്തെങ്കിലും പച്ചക്കറിയോ അല്ലെങ്കിൽ മീൻ കറിയോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ കൂട്ടാനൊരു ടെൻഡൻസിയാണ്. പിന്നെ എന്തെങ്കിലും ആവട്ടെ എന്ന് കരുതി ഞാൻ പറഞ്ഞു ഉമ്മ ഉടായ്പ സാമ്പാറെങ്കിൽ അത് വെക്കാൻ പറഞ്ഞു. അപ്പോൾ വാപ്പാക്കാണെങ്കിൽ വാപ്പ വന്നപ്പോഴത്തേക്കിനും വാപ്പാക്ക് ദോശ മതി എന്ന് പറഞ്ഞു. ചോറ് കറി ആയിട്ടില്ലല്ലോ, കറി വാപ്പ കൊണ്ടുവന്നിട്ടല്ലേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഞാൻ പയർ പെട്ടെന്ന് മെഴുക്കുവരട്ടിയാക്കി. പിന്നെ വാപ്പാക്ക് അപ്പോഴത്തേനും ദോശയും സാമ്പാറും കൊടുക്കാമെന്ന് പറഞ്ഞു. അപ്പോഴത്തേനും ദോശയും ചുട്ട് ചായയും റെഡിയാക്കി. സാമ്പാർ ഉമ്മ അപ്പോഴത്തേനും ആക്കണ്ടായിരുന്നു, പക്ഷേ കടയിൽ നിന്ന് ഇച്ചിരി സാമ്പാർ എടുത്തുകൊണ്ട് വരാൻ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. അങ്ങനെ ആ ഒരു സാമ്പാറും ദോശയായിട്ട് വാപ്പാക്ക് കൊടുത്തു. അങ്ങനെ ഉമ്മിച്ച് സാമ്പാർ റെഡിയാക്കി, ഞാൻ പയറും റെഡിയാക്കി. പിന്നെ 2-3 പപ്പടവും കൂടെ ഓർത്തു. ഈ കുറേ ദിവസം ഈ മീറ്റ് തന്നെ തിന്ന് നമുക്ക് ഇതൊക്കെ കഴിക്കുമ്പോഴത്തേക്കിനും ഉള്ളിലല്ല പൊതുവെ ഒരു ആക്രാന്തമാണ് സാധാ ഇങ്ങനെ വെജിറ്റേറിയൻ. എന്നെയൊക്കെ അപേക്ഷിച്ച് ഇപ്പോൾ ഉച്ചയ്ക്ക് ഇപ്പോൾ ബിരിയാണിയൊക്കെയാണ് കഴിച്ചെങ്കിൽ രാത്രി ഒരു ചോറ് എന്നില്ലെങ്കിൽ ഭയങ്കര ഒരു എന്താ പറയുക, ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ്. എനിക്ക് എന്തെങ്കിലും ചോറോ കറിയോ അങ്ങനെ നാടൻ ഐറ്റം എന്തെങ്കിലും കിട്ടിയിരിക്കണം. അങ്ങനെ പാത്തൂന് ചോറ് കൊടുക്കാൻ നേരത്തി ചോറും സാമ്പാറും പയറ് മെഴുക്കുവരട്ടിയതും പിന്നെ പപ്പടവും ഉണ്ടായിരുന്നു. പാത്തൂനാണെങ്കിൽ സാമ്പാറിലെ കഷ്ണത്തിൽ ഏറ്റവും കൂടുതൽ ഇഷ്ടമുള്ളത് മുരിങ്ങയ്ക്ക കേട്ടോ. മുരിങ്ങയ്ക്ക ചുമ്മാ വേവിച്ച് തോരൻ വെച്ച് കൊടുത്താലും ഭയങ്കര ഇഷ്ടമാണ്. മുരിങ്ങയ്ക്ക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ കിടക്കുക. അതുകൊണ്ട് സാമ്പാറിൽ ഇട്ട മുരിങ്ങയ്ക്ക മൊത്തം ആളിപ്പോൾ ഇരുന്ന് തിന്നുന്നുണ്ട്. മുരിങ്ങയ്ക്ക മാത്രമേ ഉള്ളൂ ഒരു ഇച്ചിരി ചോറ് കൊടുക്കാൻ പറ്റുന്ന പാടാണെങ്കിൽ അതിനെ കാട്ടി അപ്പുറമാണ് ഇത്. പിന്നെ ആണെങ്കിൽ ഇവർക്ക് ചോറൊക്കെ കൊടുത്തു കഴിഞ്ഞ് ഞങ്ങൾ വന്ന പിന്നെ ഞങ്ങൾ കഴിക്കാമെന്ന് കരുതി ഞങ്ങൾക്കുള്ള ചോറും കറിയും ഉമ്മച്ചിയുടെ ആ ഒരു ഉടായ്പ സാമ്പാറാണെങ്കിലും പരിപ്പില്ലാത്ത സാമ്പാറാണെങ്കിലും നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ആയിട്ട് കഴിക്കാൻ പോയപ്പോൾ ഞാൻ പുള്ളിക്കാരിയുടെ എങ്ങാണ്ട് മുരിങ്ങയ്ക്ക് അടുത്തെന്ന് പറഞ്ഞിട്ട് നാശം വെള്ളപ്പൊക്കം ആക്കി കഴിഞ്ഞിട്ട് പറഞ്ഞാൽ എനിക്ക് സെപ്പറേറ്റ് ചോറും കറിയൊക്കെ വേണമെന്ന് പറഞ്ഞ് വീണ്ടും ഇടുകയാണ്. പക്ഷേ ഇതിനകത്ത് ഒരു വറ്റ് പോലും അവൾ കഴിച്ചില്ല. ആ 2 മുരിങ്ങയ്ക്ക അല്ലാതെ ഒരു വറ്റ് ചോറ് പോലും ആൾ കഴിച്ചില്ല. പിന്നെ അത് ഞാൻ തന്നെ തിന്നേണ്ട വന്നു. അത് പിന്നെ അങ്ങനെയാണല്ലോ, കൊച്ചുവാക്കിയാക്കിയാൽ നമ്മൾ തന്നെ കഴിക്കണം. പിന്നെ ഇന്ന് പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടും ഉച്ചയ്ക്ക് എന്തായാലും കിടന്നില്ല. കാരണം ഞങ്ങൾക്ക് കുറച്ച് പരിപാടി ഉണ്ടായിരുന്നു. ഉമ്മച്ചിക്ക് റേഷൻ കടയിൽ പോകണം, എനിക്ക് അക്ഷയയിൽ പോകണം. അപ്പോൾ അത് കാരണം ഉച്ചയ്ക്ക് കിടന്നില്ല. നേരെ ഓട്ടോ വിളിച്ചിട്ട് നമ്മൾ ടൗണിലേക്ക് പോകാൻ കരുതി. അപ്പോൾ ഉമ്മച്ചി നേരെ റേഷൻ കടയിലോട്ട് പോയി. ഉമ്മച്ചി അവളും കൂടെ നേരെ റേഷൻ കടയിൽ പോയി. ഞാനാണെങ്കിൽ
എനിക്കൊരു ഫോം CV റെഡിയാക്കണമായിരുന്നു. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ വേറൊരു അക്ഷയയിലേക്ക് പോവുകയും ചെയ്തു. അവിടെ ചെന്നിരുന്നപ്പോൾ അവിടെ അറിയണ ഒരു പെങ്കൊച്ചായിരുന്നു. പിന്നെ അതുമായിട്ട് സംസാരിച്ച് എവിടെയാണ് താമസിക്കണമെന്നൊക്കെ പറഞ്ഞു കൊടുത്ത് അങ്ങനെ കുറച്ച് നേരം അവിടെ അതുമായിട്ടിരുന്നുകൊണ്ട് സംസാരിച്ചിട്ടാണ്. CV റെഡിയാക്കാൻ വന്ന് പിന്നെ സംസാരിച്ച് ഞങ്ങൾ രണ്ടുപേരും ആ ഒരു ടോപ്പിക്ക് മറന്നുവിട്ട് പിന്നെ ഞങ്ങൾ വീട് എവിടെയാണ് നാട് എവിടെയാണെന്നുള്ള സംസാരം. സ്വതവേ എനിക്ക് ആരെങ്കിലും സംസാരിക്കാൻ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ ഭയങ്കര സംസാരമായിരിക്കും. ആ വെളും അതേപോലെ തന്നെയായിരുന്നു. അത് കാരണം ഞങ്ങൾ തമ്മിൽ നല്ല സംസാരമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോഴാണ് CVയുടെ കാര്യം ഓർത്തത്. അത് കാരണം കുറച്ചധികം സമയം അവിടെ പോയിട്ടോ. അങ്ങനെ പിന്നെ CV ഒക്കെ റെഡിയാക്കിയിട്ട് തിരിച്ച് ഓട്ടോ വിളിച്ചിട്ട് ഞാൻ കടയിലേക്ക് പോയി. കാരണം ഉമ്മച്ചിയും മോളും കൂടെ റേഷൻ കടയിൽ നിന്ന് നേരെ തിരിച്ച് വീട്ടിലേക്ക് പോയി. ഞാൻ ഇക്കാലത്തേക്ക് പോയി. പിന്നെ പാത്തൂന് ഫ്രൈംസ് ഉണ്ടല്ലോ, നമ്മുടെ ഈ ഒരു ബാറ്റ് പപ്പടം, അതും ഒരു വെട്ടുകേക്കൊക്കെ മേടിച്ച് തിരിച്ച് കാക്ക വീട്ടിലേക്ക് കൊണ്ടുവിടാമെന്ന് പറഞ്ഞു. പിന്നെ ആ ഒരു മഴയത്ത് നേരെ തിരിച്ച് വീട്ടിൽ പോയി. അപ്പോൾ ഇതാണ് എൻ്റെ ഇന്നത്തെ ഒരു ദിവസം. ബാക്കി ഞാൻ വീഡിയോ ഷൂട്ട് ചെയ്തില്ല. അപ്പോൾ അത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ. ബൈ.